കേരള പി എസ് സിയുടെ ഓരോ ടെക്നിക്കൽ എക്സാമും കഴിഞ്ഞ് അടുത്തൊരു ടെക്നിക്കൽ എക്സാമിലേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ KSEBയുടെ തന്നെ എക്സാംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാം ഇതിന് മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2013 അപ്പോൾ 2013 കഴിഞ്ഞിട്ട് പിന്നീട് ഈ എക്സാം കണ്ടക്ട് ചെയ്തത് എപ്പോഴാണെന്നറിയോ? 2023 കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, 2022. അപ്പോൾ അത്രയും ഒരു ഇയർ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ എക്സാമുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് PSCയിലെ വരാനിരിക്കുന്ന എക്സാംസുകളൊക്കെ ഇതേപോലെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം പല ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ട്രെൻഡ്സ് ഇൻ കേരള PSC ആണ്. കേരള PSCയിൽ വന്നിരിക്കുന്ന പുതിയ ട്രെൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേരള PSCയിൽ ഒരു പുതിയ പരിഷ്കാരത്തെക്കുറിച്ച് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് PSC ആലോചിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തിൽ നിന്ന് ചെറുതാക്കിയിട്ട് 2 വർഷമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ചർച്ചകൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇനി മുതൽ 3 വർഷം ആയിരിക്കില്ല, 2 വർഷത്തിലേക്ക് അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം തത്വത്തിൽ PSCയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അത് എന്താണ്, ഒരു ലോ ഒക്കെ ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ നിലവിലില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിലേക്ക് വരും എന്നുള്ളത്, ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും പാസ് ഔട്ട് ആകുന്ന ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ കൂടുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഞാൻ 2 എക്സാംസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 എക്സാംസുകളാണ്. ഒന്ന് നിലവിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്ന ഒരു എക്സാമാണ് ലെക്ചർ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിൻ്റെ ഡേറ്റ് വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി 7 മാസം കൂടിയുള്ളത്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ള എക്സാമാണിത്. നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് എക്സ്പയർഡ് ആയിട്ടുള്ളതല്ല, ആക്റ്റീവായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരു പോസ്റ്റ് ആയിട്ടിരുന്നു കൂടി കേരള PSC വീണ്ടും അതേ പോസ്റ്റിലേക്ക് തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റയറായിട്ട് സംഭവിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ ഇവിടെ കൂടുതൽ വേക്കൻസീസ് അടുത്ത വർഷങ്ങളിലൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും. എന്നാൽ അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെയും ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കണം, വലിയൊരു അവസരമാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ എക്സ്പയർഡ് ആയിട്ടില്ല. അതായത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാത്ത ലിസ്റ്റിൽ നിന്ന് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ വീണ്ടും എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് PSCയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് മറ്റ് എക്സാമുകളിലേക്കും ഇതേപോലെ ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്, അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇതേപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച പല എക്സാംസുകളും റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രിയുടെ ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രിക്കലാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും സിവിലാണെങ്കിലും ഇലക്ട്രോണിക്സിലാണെങ്കിലും ആക്റ്റീവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു ലോങ് ടേം ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ലോങ് ടേം ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കണം. 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമായിട്ട് മാറണം. 2025 ഏറ്റവും മികച്ച അവസരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ല, ഇനി എക്സാം ഒരിക്കലും വരില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന എക്സാംസുകളെ നേടിയെടുക്കാനുള്ള ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഡെഡിക്കേഷനും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. സോ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്, പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എക്സാംസുകളുടെ വേഗത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും മികച്ച മെൻറ്റേഴ്സിൻ്റെ കൂടെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വെൽ ക്വാളിറ്റി ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും മോക്ക് എക്സാംസും നോട്ട്സും ഒക്കെ ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ആ ബ്രാഞ്ചസിലുള്ള മുഴുവൻ കോഴ്സസിലെയും ക്ലാസ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. So wish you all the best. Thank you.